ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും കുറച്ച് കോളേജ് വിശേഷങ്ങളുമായിട്ട് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ചേച്ചിമാരൊക്കെ അവിടെ കാര്യമായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങൾ കുറച്ച് പിള്ളേർ മാത്രം ഫോട്ടോ എടുക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അവിടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോയി. മുന്നിലുള്ള ചെയർസൊക്കെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള സ്ഥലം ഞങ്ങൾക്ക് നിൽക്കാനും വേണ്ടിയിട്ടും സെറ്റാക്കിയിട്ട് പോന്നു. തിരിച്ച് ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ലുഡോ ടീം പതിവ് പോയ ലുഡോ കളിക്കായിരുന്നു. ആര് വന്നാലും പോയാലൊന്നും ഒരറിയത്തില്ല. പിന്നീട് ഫോട്ടോ എടുക്കാനുള്ള സമയമായി. അങ്ങനെ കണ്ണെഴുതലായി, ലിപ്സ്റ്റിക് ഇടലായി, റെഡി ആവലായി. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലോട്ട് പോവാണ്. അവിടെ വെച്ചിട്ടാണ് ഫോട്ടോഷൂട്ട് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഹൈറ്റ് അനുസരിച്ചിട്ട് ഓരോരുത്തരായിട്ട് നിൽക്കാൻ തുടങ്ങി. ടീച്ചേഴ്സൊക്കെ ഓൺ ദ വേ ആയിരുന്നു. ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഒരു ക്ലാസ് ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എന്താ പഠിക്കുന്നത് എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട്. ഞാൻ MA സോഷ്യോളജിയാണ് പഠിക്കുന്നത്. ഇതാണ് എൻ്റെ ക്ലാസ്. എൻ്റെ ക്ലാസ് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ലാബ് റൂമിൻ്റെ ഒരു മുഖച്ഛായ തോന്നുകയാണെങ്കിൽ അത് തികച്ചും നിങ്ങളുടെ സാങ്കല്പികം മാത്രം. ഇന്നൊരു നോമ്പ് ദിവസം ആയതുകൊണ്ട് തന്നെ ആർക്കും കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാനോ ആരും പുറത്തൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഞാനൊന്ന് ക്ലാസ് ഒന്നുകൂടെ നോക്കി. കാരണം ഇങ്ങോട്ട് വരാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പോവാറായപ്പോൾ എനിക്ക് എന്തോ നല്ല സങ്കടം തോന്നി. അങ്ങനെ ക്ലാസ്സിനോടൊക്കെ ടാറ്റാ ബൈ പറഞ്ഞിട്ട് ഞാനും അവിടുന്ന് ഇറങ്ങി. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാറായപ്പോഴാണ് ഫ്രണ്ട്സ് പറഞ്ഞത് ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, നമുക്ക് കാണാൻ പോയാലോ എന്ന്. അപ്പോൾ വേറൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പിന്നെ അവിടുന്ന് കഴിക്കാനുള്ള ഫുഡൊക്കെയാണ് ഇപ്പോൾ ഇവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 ഓട്ടോകളിലായിട്ട് കുറച്ച് പിള്ളേർ മാത്രം, ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം അവിടെ പോവാണ്. അങ്ങനെ 3ാമത്തെ ഓട്ടോയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മഴ പെയ്യണേന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നു. കാരണം കുറച്ച് വൈബടിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുടയൊക്കെ ചൂടി ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി ദാ ഈ വീടിൻ്റെ മുന്നിലെത്തി. ഈ ഒരു ചെടി വളർത്തിയിട്ടുള്ള ഈ ഷേപ്പൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നോക്കിയെന്ന്. കാരണം ഞങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇത്തരം ദുർഘടം പിടിച്ച വഴികളിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. പാവം കുട്ടിയുടെ അവസ്ഥ കണ്ട് അതിൻ്റെ മേലെ കയറാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അതിലേറെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഉണ്ടായിരുന്നത്. പണ്ടൊക്കെ ആണെങ്കിലും ഓക്കെ, പക്ഷേ ഇപ്പോൾ എനിക്കെന്തോ നല്ല ടെൻഷനാണ്. കാരണം വീട്ടിൽ എന്നും കാത്ത് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും അതിൻ്റെ മേലെ കയറി വെള്ളമൊക്കെ നനയുന്ന കണ്ടിട്ട് എനിക്ക് നല്ല ആഗ്രഹം തോന്നി. അങ്ങനെ ഞാനും കയറി. നമ്മളൊന്നും മിസ്സാക്കാൻ പാടില്ലല്ലോ. മഴ കൂടുന്നതിനനുസരിച്ച് മേലിന്ന് വീഴുന്ന വെള്ളത്തിൻ്റെ ആ ഒരു പവർ നന്നായിട്ട് കൂടുന്നുണ്ടായിരുന്നു. അതിൻ്റെ മേലോട്ട് നോക്കുമ്പോൾ തന്നെ പേഴ്സണലി എനിക്ക് നല്ല പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല അത്രയ്ക്ക് പവറിലായിരുന്നു വെള്ളം വന്നിട്ടുണ്ടായിരുന്നത്. ആകെ നനഞ്ഞൊട്ടിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. ആകെ മൊത്തം നനഞ്ഞൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു പണി നടക്കുന്ന ഒരു വീട്ടിൽ കയറിയിട്ട് അവിടുന്ന് ഡ്രസ്സത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലാണ് ഞങ്ങൾ ഈ ഒരു സംഭവം കണ്ടത്. ഇത് കണ്ട് നൊസ്റ്റ് അടിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
മുഖമൊക്കെ ആകെ റെഡ് കളറായി ഗൈസ്. സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആകെ നനഞ്ഞൊട്ടിയിട്ടുണ്ട്, ആകെ നനവാണ്, കുറേ പെയിഞ്ഞ് കഴിഞ്ഞ് കളഞ്ഞ്. പിന്നെ ബസ് കയറ്റുമെന്നറിയില്ല, 2 ബസ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട്. ബസ്സിൽ കണ്ടക്ടർ കയറ്റുമെന്ന് പോലും അറിയില്ല. ഇനിയിപ്പോൾ ഇരുന്നാൽ സീറ്റിലാകെ ആകും, നിന്നാൽ അവിടെ നിന്നൊലിക്കും, ചെയ്യുമെന്നറിയില്ല ഗൈസ്. എല്ലാവരും ശോഭാസം നിന്ന് വരികയാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ വരും വരെ ബൈ.